ജീവിതം മാറിമറിയുന്നുണ്ടെങ്കിലും നെറ്റിസൺസിന്റെ അഭിപ്രായങ്ങൾ ജീവിക്കേണ്ടി വരുന്നവരാണ് പലപ്പോഴും ഇൻഫ്ലുവൻസ്. സിനിമാ താരങ്ങളെപ്പോലെ സ്വകാര്യത സംരക്ഷിച്ച് ജനങ്ങളിൽ നിന്ന് ഒരുപടി അകന്നു നിൽക്കാൻ ഇൻഫ്ലുവൻസിന് കഴിയില്ല. കാരണം ജനങ്ങൾ നൽകുന്ന ശ്രദ്ധയും ലൈക്കും കമൻറ്റുമെന്നാണ് ഇവരിൽ പലരുടെയും ഉപജീവന മാർഗം. ഏവരുടെയും ജനപ്രീതി നേടിയെടുക്കാൻ കഴിഞ്ഞ താരമാണ് പേളി മണി. ആങ്കർ, ഇൻഫ്ലുവൻസർ, നടി എന്നിവരിലുപരി സ്വന്തം വീട്ടിലെ ആളെപ്പോലാണ് പേളിമണിയെ ആരാധകർ കാണുന്നത്. ഈ സ്നേഹം പൂർണ്ണമായി മനസ്സിലാക്കുന്ന ആളുമാണ് പേളി. ഒരിക്കൽ പോലും ആരാധകരുടെ ദേഷ്യത്തിലോ താരതാരതയോ സംസാരിക്കുന്ന പേളിജനെ ജനം കണ്ടിട്ടില്ല. തൻ്റെ വിജയത്തിന് പിന്നിൽ പ്രധാന പങ്ക് വച്ചത് ആരാധകരുടെ സ്നേഹമാണെന്ന് പേളിമണി പറയാറുള്ളത്. കല്യാൺ നവരാത്രി ആഘോഷത്തിന് വന്ന പേളിമണിയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. മക്കളെ ചേർത്ത് നിൽക്കുന്ന പേളിമണിയുടെ ഒരു ആരാധകൻ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു. മകളെ ഈ ആരാധകന്റെ കയ്യിൽ കൊടുത്ത ശേഷമാണ് പേളി ഓട്ടോഗ്രാഫ് നൽകിയത്. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. പേളി ആരാധകരോട് കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ഏവരും ചൂണ്ടിക്കാട്ടി. സ്വന്തം കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാൻ പോലും പല താരങ്ങളും ആരാധകരെ അനുവദിക്കാറില്ല. എന്നാൽ പേളി ഇത്തരം വേർതിരിവുകളൊന്നും ആരാധകർ കാണിക്കുന്നില്ലെന്ന് എല്ലാവരും പറയുന്നു. പേളിയെ പ്രശംസിച്ച് നിരവധി കമന്റുകളാണ് വരുന്നത്. പേളി സ്വന്തം മക്കളുടെ സ്വകാര്യത ഇല്ലാതാക്കുന്നു എന്ന വിമർശനമെല്ലാം അപ്രത്യക്ഷമാണെന്നും ശരിക്കും ഇവർക്ക് ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് മക്കളെ അവരോട് ഇടപഴകുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട്. അതേസമയം പേളിയെപ്പോലെ തന്നെ പ്രശസ്തയായ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. ദിയയുടെ അടുത്തിടെയായാണ് അമ്മയായതും. എന്നാൽ പേളിയെപ്പോലെ പ്രശംസയല്ല ദിയയ്ക്ക് വരുന്നത്. പോസിറ്റീവ് പോസിറ്റീവ് കമന്റ് ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് കമന്റുമുണ്ട്. ദിയയുടെ സംസാര രീതി വിമർശകർക്ക് ഇഷ്ടപ്പെടുന്നതുമില്ല. അടുത്തിടെ ഒരു ഇവന്റിന് എത്തിയപ്പോൾ കുഞ്ഞിന്റെ ഫുട്ടേജുകളൊന്നും എടുക്കരുതെന്ന് ദിയ ചുറ്റും കൂടിയ മീഡിയയോട് പറഞ്ഞു. ഈ പരാമർശം വിമർശനത്തിന് കാരണമായി. ഡെലിവറി വ്ലോഗ് കാണിക്കാമെങ്കിൽ കുഞ്ഞിനെ കാണിച്ചാൽ എന്താണ് പ്രശ്നമെന്നാണ് ഇവരുടെ ചോദ്യം. ദിയ താരതമ്യമെന്ന അഹങ്കാരം കാണിക്കുന്നു. ജനങ്ങൾ കാരണമാണ് ഇന്നത്തെ പേരും പ്രശസ്തിയുമെല്ലാം വിമർശനങ്ങൾ വന്നു. പേളിമാണിയുടെ പാത പിന്തുടർന്നാണ് ദിയ കൃഷ്ണ യൂട്യൂബ് ചാനൽ മുന്നോട്ട് പോയത്.